ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു റെസിപ്പിയാണ്. എന്താണെന്നോ, വേണാട് പാൽക്കൊഞ്ച്. ഇത് ഷെഫ് സുരേഷ് പിള്ളയുടെ ഒരു റെസിപ്പിയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ വേറെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, കരിമീൻ നിർവാണ്. അത് ഒത്തിരി പേര് ഉണ്ടാക്കി നോക്കി, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ നല്ലൊരു റെസിപ്പിയാണ് ഇതും. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ കുറച്ച് സമയം എടുക്കത്തുള്ളൂ. നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. വേണാട് പാൽക്കൊഞ്ച് ഉണ്ടാക്കാനുള്ള ചെമ്മീനാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഏകദേശം 1 പൗണ്ടോളം ചെമ്മീനാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ വെയിനൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം വെച്ചിരിക്കുന്നതാണിത്. നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. അതിനകത്തേക്ക് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഇത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പോടെ ഇട്ട് കൊടുക്കാം. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഇത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചതച്ച വെളുത്തുള്ളിയാണ്. ഇതൊരു 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. അത് തൊണ്ടോടുകൂടി തന്നെ വേണം നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അതൊന്ന് ചേരാനായിട്ട്, എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് അതാണ് നല്ലത്. ഇതെല്ലാം തന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഏകദേശം 1/2 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. അത് കഴിഞ്ഞാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഷ്രിമ്പ് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ തയ്യാറാക്കി വെക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്യാനിനകത്ത തേങ്ങാപ്പാലാണ്. പക്ഷേ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അതിനകത്ത് കുറച്ച് കറിവേപ്പില നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി അതിനകത്ത് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അതോടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഈ മിക്സ് നമുക്ക് ഷ്രിമ്പ് ഒരു കുറച്ചൊക്കെ വറുത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളത് ഒഴിക്കുമ്പോൾ ഇതിന് ഉരുക്ക് വെളിച്ചെണ്ണയുടെ ഫലമാണ് കിട്ടുന്നത്. ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് നമ്മൾ ഷ്രിമ്പ് ഇരിക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറോളമായി. ഇനി ഇത് പുറത്തെടുത്തേക്കുവാണ്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പം നമ്മൾ ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഷ്രിമ്പ് ഇങ്ങനെ ഓരോന്നായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഷ്രിമ്പ് എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിടണം. അതിന് മുമ്പായിട്ട് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകും നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഇതുപോലെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഷ്രിമ്പ് എല്ലാം തന്നെ മറിച്ചിടണം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്തേക്കാം. ഈ ഷ്രിമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒത്തിരി സമയം ഇത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് റബ്ബർ പോലെയായി പോകും. അതുകൊണ്ട് നമ്മളൊരു കുറച്ച് വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിതങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം തന്നെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഉണ്ടല്ലോ, അത് മിക്സ് നമുക്ക് ഈ സമയത്ത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ തേങ്ങാപ്പാലും വെളിച്ചെണ്ണ എല്ലാം നന്നായിട്ട് ഈ ഷ്രിമ്പേലോട്ട് ചേരും. അപ്പോൾ ഒരു നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, അതിനകത്ത് തേങ്ങാപ്പാൽ നമുക്ക് കാണാൻ പോലുമില്ല. അതെല്ലാം തന്നെ നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ നല്ല ഒരു വെളിച്ചെണ്ണയുടെ ഒരു നല്ലൊരു ടേസ്റ്റ് വരും ഇതിന്. അപ്പോൾ കുറച്ചുകൂടെ ഗ്രേവി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും സമയമേ ഉള്ളൂ. ഒട്ടും സമയം എടുക്കത്തില്ല ഇതുണ്ടാക്കാനായിട്ട്. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം.
അങ്ങനെ സ്വാദിഷ്ടമായ വേണാട് പാൽക്കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കൊരു പീസ് എടുത്തൊന്ന് നോക്കിയാലോ. ഞാനിത് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റായിട്ട്. നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മളിത് ഷ്രിമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കും. എന്തായാലും നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ, എങ്ങനെയാണ് വേണാട് പാൽക്കൊഞ്ച് ഉണ്ടാക്കുന്നതെന്ന്. സിമ്പിളല്ലേ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇത് നമുക്ക് ആപ്പിറ്റൈസറായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോറിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടനെ ഞെക്കിയാൽ മതി. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടെ ടച്ച് ചെയ്താൽ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അത് നമ്മൾ ടച്ച് ചെയ്താൽ ഓരോ ആഴ്ച ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. എന്തായാലും നിങ്ങളിതൊന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.